രവി സാറേ, നീലാംബരം മാഷാണേ. അല്ല, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പെങ്കൊച്ചിനെ കാണാനായിട്ട് പോയില്ലേ, പെണ്ണ് കാണാനായിട്ട് ഞാൻ വന്നില്ലേ. അവിടുന്ന് എന്താ റിപ്ലൈ വന്നേ? അവർക്ക് ഇഷ്ടപ്പെട്ടോ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്തോ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലെന്നാ, ആങ്ങളയ്ക്കോ അച്ഛനും ഇഷ്ടപ്പെട്ടെന്നാ. അവരടുത്ത് പറയുക ഞാൻ ആ ടൈപ്പ് അല്ല കേട്ടോ. അവരടുത്ത് പ്രത്യേകിച്ച് പറയണം ഞാൻ ആ ടൈപ്പ് അല്ലെന്ന്. വെക്കേ ഫോൺ വെക്കേ. ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ട സമയം. എന്നാണാവോ എനിക്കൊരു പെങ്കൊച്ചിനെ കിട്ടുന്നത്? ഹലോ ദിവസത്തില് നമ്മളെ ഇവിടെ എത്തി, നാട്ടിൽ എത്തി. ഓ 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ എത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ വഴി വിളിച്ച് പറയാം കേട്ടോ. അല്ല, ഇത് അമ്യൂസ്മെന്റ് പാർക്ക് അല്ല, ഇങ്ങനെ വരാൻ വേണ്ടി. നിങ്ങൾ ആരാണ്? ഞാനാണ് മാഷ് ജോഷി. ജോഷിയാ? എന്റെ പൊന്ന് ജോഷി സാറാ. ആ വെള്ള താടിയൊക്കെ എവിടെ പോയി? അതെല്ലാം പഠിച്ചു കളഞ്ഞ് കോട്ടൊക്കെ ഇട്ട്. ഞാൻ ആ സിനിമ കണ്ടു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. ചൊറിഞ്ഞു മറിഞ്ഞു വീണു എന്ന് പറഞ്ഞൊരു പടം. അയ്യോ, ചൊറിഞ്ഞു പറഞ്ഞു വീണെന്നല്ല, ചൊറിഞ്ഞു മറിയൻ ജോസ്. ശരി, നല്ല. അയ്യോ, ആ ഡയറക്ടർ ഞാനല്ല. അല്ല, ഞാൻ ജോഷിയാണ്, മാഷ എന്നെ പഠിപ്പിച്ച വിദ്യാർത്ഥി. ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? ഓ, നിങ്ങളല്ല എന്നെ പഠിപ്പിച്ചത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടണം? അല്ല, ആരാ? എനിക്ക് മനസ്സിലായില്ല, കറക്റ്റ് മനസ്സിലായില്ല ആരാന്ന്. മനസ്സിലായില്ലേ? എന്റെ മാഷെ കുത്തിത്തിരിപ്പ് തറവാട് അറിയാമോ? അവിടുത്തെ ജോസിന്റെ മോൻ ജോഷിയാണ് ഞാൻ. ഇത് പറയണ്ടേ? കുത്തിത്തിരിപ്പ് തറവാട് തയ്യളെ സന്തതിയാ? അതെ അതെ. ഇതാരാടാ? ഇതെന്റെ ഭാര്യ. കുത്തിത്തിരിപ്പ് കാര്യം തറവാടിന് പേരിടും. കുത്തിത്തിരിപ്പ് തറവാടെന്ന് വെച്ചാൽ സംശയം ഞാൻ തീർത്തു തരാം. അതായത് വേറൊന്നും അല്ല, ഇവർ ആദ്യമായിട്ട് ഇവിടെ താമസത്തിന് വരുന്ന സമയത്ത് ഇവരെ കുടുംബ പേര് ബെത്ലഹേം എന്നായിരുന്നു. ഇവന്റെ അപ്പനും അമ്മയും കൂടെ നാട്ടുകാരെ കുത്തിത്തിരിപ്പിച്ച് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഗ്രാമസഭ കൂടിയിട്ട് പഞ്ചായത്തിലുള്ള ആൾക്കാർ ഇട്ടുകൊടുത്ത പേരാണ് കുത്തിത്തിരിപ്പ് ശേരി. മാഷെ, അതൊക്കെ എന്റെ വൈഫിന്റെ അടുത്ത് പഴയ കഥയല്ലേ മാഷെ, എന്തിനാ പറയുന്നത്? അറിയട്ടെ, എല്ലാരും അറിയട്ടെ. അങ്ങനെ പറയുന്നു സാർ. മാഷെ, ഞാൻ ഇവിടെ വന്ന കാര്യം എന്നറിയാമോ? ഞാൻ ഇവിടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ എന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. മാഷ് എങ്ങനെയും വന്ന് നമ്മളെ വീട്ടിലോട്ടൊന്ന് സംസാരിച്ചൊന്ന് കയറ്റി തരണം പ്ലീസ്. ഉണ്ടവന് ഇടയില്ലാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇലയില്ലാഞ്ഞിട്ട്. മാഷേ, എന്റെ പൊരയിൽ ഇങ്ങനത്തെ ശ്രീധന്തിന്റെ പരിപാടിയൊന്നുമില്ല. എന്റെ കയ്യമ്മലും കൈത്തിലാണ് സ്വർണ്ണം ഒന്നുമില്ല. നിങ്ങളതൊന്ന് പറഞ്ഞ് സെറ്റാക്കി തരണം പ്ലീസ്. അയ്യോ, എന്റെ അമ്മയ്ക്ക് അത്ര അത്യാഗ്രഹമൊന്നും ഇല്ലാത്തതാണെന്ന്. തന്നെ പണമൊന്നും ഭയങ്കര അത്യാഗ്രഹമൊന്നും ഇല്ല. ഒരാഗ്രഹവും ഇല്ല. അതായത് വേറൊന്നും അല്ല, ഈ എവന്റെ അമ്മയുടെ ഈ കാലിലൊരു കുഴിനകം വന്നു. അതിന് വികലാംഗ പെൻഷന് അപേക്ഷ കൊടുത്ത അമ്മയാ അത്. വേറെ പ്രശ്നമൊന്നുമില്ല, സാമ്പത്തികം വേണമെന്നോ അങ്ങനെ ഒന്നും ഉള്ള ആളല്ല. അങ്ങനെ സംസാരിക്കരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ ചിരിക്കാണ്. ബാക്കിയുള്ള ഈ മാഷിന്റെ കഥ കേൾക്കണോ നിനക്ക്? ഇവിടെ തൂവാനത്തുമ്പി സിനിമ ഇവിടെ റിലീസ് ആയ ദിവസം ആ പടം കണ്ട് ഇപ്പൊ മോഹൻലാൽ ക്ലാരയെ കൊണ്ട് ഷൊണ്ണൂർ കളയൂലേ, കളയോ? അവിടെ പോയി വിളിച്ചോണ്ട് വരാൻ പോയ മാഷാണ്. ഇങ്ങനെയാണ് ന്യായം പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങ് അമേരിക്കയിലായിരുന്നല്ലോ മാഷെ. അമേരിക്കയിൽ എവിടെയാടാ നീ? അമേരിക്ക എവിടെ മാഷിന്റെ സ്ഥലം അറിയാമോ? അല്ല, അമേരിക്കയിൽ എവിടെയാ? എനിക്ക് അത്യാവശ്യം സൗഹൃദം ഉണ്ട് അവിടുത്തെ. ഉണ്ടേ? അങ്ങനെയാണ് ഈ ഒബാമയെ കുറിച്ച് മാഷിന്റെ അഭിപ്രായം എന്താ? രാവിലെ വരും ഒരു വട്ടിയും കൊണ്ട് അവിലുണ്ടാവും, പിന്നെ ഈ ഇടുപ്പിലായിട്ട് 2 ഉള്ളിവിടെയും കാണും. സാർ ഈ ആരെ കാര്യം സാറേ പറയുന്നത്? ഓമനമ്മ. ഓമനമ്മയുടെ കാര്യമില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഓമനമ്മയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതൊക്കെ നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുട്ടി എവിടെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഞാൻ ശരിക്കും ഇന്ത്യയിലാ ജനിച്ചത്. ആണല്ലേ? പക്ഷെ വളർന്നാൻ പഠിച്ചൊക്കെ അങ്ങ് അമേരിക്കയിലാ. പഴയ പറങ്കണ്ടിയുടെ അവസ്ഥ. അങ്ങനെ ഒരു വർത്തമാനം. കാരണം ഇവിടെ ഇത് വളരെ ഇത് ആരെങ്കിലും അങ്ങ് കൊണ്ടുപോകില്ലേ, അമേരിക്കയിലും വിദേശത്തും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി വില കൊടുത്ത് മേടിച്ചു. അല്ല, പപ്പയൊക്കെ അമേരിക്കയിൽ പപ്പ എന്ന് പറഞ്ഞ ചെറിയ സാറിപ്പോ എന്തിനു സാറേ പപ്പയെ കുറിച്ച് ചോദിച്ചത്? എന്തു പറ്റി? ഇവളെ കുഞ്ഞുനാളിൽ ഇവളെ അമ്മയും കളഞ്ഞിട്ട് പപ്പ ഒളിച്ചോടി പോയി, അറിയാമോ? ഒരു ചൈനക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഇവളെ അമ്മയും കൂടെ ചൈനയിൽ ചെന്ന് പപ്പയെ കണ്ടുപിടിക്കാം. ചെന്നപ്പോ അതാ നടക്കുന്നു, എല്ലാം കൂടെ ഒരേ കണക്കിരിക്കും. ഇവളെ പപ്പ ഏതെന്ന് എനിക്കറിയാൻ വയ്യ. നല്ലതൊക്കെ ഒരു മൂക്ക് എപ്പിനെ പൊക്കാക്കുന്നു. വിഷമിക്കണ്ട കേട്ടോ, ഇവിടെ ജംബോ സർക്കസ് വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മൂക്ക് ചെപ്പിയെ ഞാൻ ഒപ്പിച്ചു തരാം. സന്തോഷമായിട്ടിരിക്കട്ടെ. മാഷെ, നമ്മളെ ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. നീ പഴയൊന്നും മറന്നിട്ടില്ല. വാ, നീ എവിടെ കൊണ്ടുപോകണം? നിനക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യ കൂടെ ദൂരയാത്ര കഴിഞ്ഞ് വന്നു. അമേരിക്കൻ നിങ്ങൾ നടന്നല്ലോ വന്ന, ഫ്ലൈറ്റിലല്ലേ വന്നത്? പിന്നെ ഇത്ര ക്ഷീണം എന്താ? അല്ല, കണക്ഷൻ ഫ്ലൈറ്റിലാണ് വന്നത് സാറേ. ഫ്ലൈറ്റിന് വരെ കണക്ഷൻ. ഈ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വലിയൊരു സംഭവം. അങ്ങ് അമേരിക്കയിൽ അത് വലിയ കാര്യമൊന്നല്ല. അതായത് ഇങ്ങ കേൾക്കണോ, ഈ ജോഷിയേട്ടൻ എനിക്ക് ഒരു ദിവസം നല്ല പച്ച മീനും പെടക്കുന്നേ എനിക്ക് കൊണ്ടത്തന്ന്. പക്ഷെ കറി വെക്കാൻ നോക്കുമ്പോ ഒത്തിരി പോലെ കറിവേപ്പില പോരലില്ല.
മൂപ്പർ എന്താ ചെയ്തെന്നറിയോ? ഇല്ല. മൂപ്പർ കണക്ഷൻ ഫ്ലൈറ്റും പിടിച്ച് ജർമ്മനിയിൽ പോയിട്ട് കറിവേപ്പിലയും വാങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് തിരിച്ചു വന്ന്. അതാണ് എന്റെ ജോഷിയേട്ടൻ. ജോഷി ആ. കരിയപ്പല മേടിക്കാൻ വേണ്ടി ജർമ്മനിയിൽ പോയി. ആ. പണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ മീൻ വണ്ടി പോകുമായിരുന്നു. ആ. അപ്പൊ അതിൽ നിന്ന് വീഴുന്ന മീനിന്റെ ചെതമ്പലില്ലേ, അത് എടുത്തോണ്ട് വന്ന് കുടംപുളിയിട്ട് കറി വെച്ച് കഴിച്ചു. അവൻ കരിയപ്പല മേടിക്കാൻ വേണ്ടിട്ട് ഈ നുണ പറയുന്നത് ശരിയല്ല കേട്ടോ. എത്ര വലിയ അമേരിക്കൻ നുണ പറയുന്നു, അത് ശരിയല്ല. നുണ നമുക്ക് അത് ഇഷ്ടമല്ല. കരിയപ്പല മേടിക്കാൻ ജർമ്മനിയെ പള്ളി മറിക്കുവാൻ എന്റെ പൊന്നെ. അല്ല മൂപ്പരുണ്ടല്ലോ, മൂപ്പര് ജിമ്മിലെ ട്രെയിനർ ആയിരുന്നു. ആടെ വെച്ചാ ഞാൻ മൂപ്പര് ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നെ, ഒരു രണ്ടരിയും കൂടെ ഈ വായിക്കൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ബട്ടൺസ് പൊട്ടിത്തു. ട്രെയിനർ നല്ലൊരു ടൈറ്റ് ചെയ്താ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജോഷി. അപ്പൊ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ വർക്കൗട്ട് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റിയില്ല. അയ്യോ, അപ്പൊ ഞാൻ പൊരക്കി പോയി മൂപ്പറിന്റെ ചീത്ത ഇറങ്ങി എന്റെ പൊരയിലേക്ക് പോന്നതാ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാണല്ലേ. എത്രയായിരുന്നു ഫീസ്? എത്രയായിരുന്നു? 2000 ഉറുപ്പ്യാനും. അന്നാ 2000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് തുടയണമായിരുന്നു. ജീവിതം തിരികെ കിട്ടൂലായിരുന്നു വെറുതെ. പിന്നെ കുട്ടി ഏതുവരെ ആയിരുന്നു? വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഓക്സ്ഫോർഡിൽ നിന്ന് PG എടുത്തു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് PG യാ. കാംബ്രിഡ്ജിൽ നിന്ന് ഡിഗ്രി യാ. സാറേ ഒരു മിനിറ്റ് വന്നോ സാറേ. എനിക്ക് വയ്യ. ഒന്ന് സാറേ, സാറേ ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം സാർ. ഓ പറഞ്ഞോളൂ ജോഷി. അതായത് എനിക്ക് ഫണ്ടിങ്ങിന് വിഷയങ്ങളൊന്നുമില്ല, ഓക്കെ പ്രശ്നമല്ല. ഓക്കെ. ഈ കല്യാണത്തിന് മുമ്പ് ഇവിടെ ഈ കാര്യം പറഞ്ഞായിരുന്നു. ഏതാ ഈ ഇപ്പൊ പറഞ്ഞ കാര്യമേ. അപ്പൊ സാറിന് ഈ 2 കോളേജിൽ ടൈപ്പ് ഉണ്ടെങ്കിൽ സാറിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയെങ്കിലും കൊടുക്കാം. മനസ്സിലായില്ല എനിക്ക്. എത്ര രൂപയും കൂടെ എവിടെ അവിടെ നിന്ന് എന്തോ എടുത്തെന്ന് വന്നില്ലേ? ജോഷി, ഈ ഞാൻ പഠിപ്പിച്ച ശേഷം പിന്നുള്ള വിദ്യാഭ്യാസം പിന്നെ ഞാൻ അപ്പൊ തന്നെ അമേരിക്കയിൽ പോവുകയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തായിരുന്നു? ഏത് സബ്ജക്റ്റ് ആണോ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതാണ്? അങ്ങനെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീഴുകയും. ഇപ്പോഴും ആ തൈമാവിന്റെ മൂട്ടി നിൽക്കും. ആ കൊച്ചു അതാണ് പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത പറഞ്ഞതല്ലേ ആ കൊച്ചു. സാറേ, നമ്മൾ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ആദ്യ രാത്രിയാണ്. നമുക്ക് ഇതിനകത്തൊരു നിങ്ങൾ ഇത് എന്തോന്ന് പറയുന്നത്? ഇത് പാർവതി വിലാസം ലോഡ്ജാണ്. ഇതെന്റെ വീടല്ലേ. കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇതിന് ഞാൻ ഒത്താസ എന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടി മനസ്സിലാക്കണം. 1 കിലോ അരിക്ക് എന്താ വില ഇന്ന്? അയ്യോ, അവർക്ക് അറിഞ്ഞോളൂ, അവർ പാവമാണ് സാറേ. 1 കിലോ സവാളക്ക് എന്താ? അവർക്ക് അറിഞ്ഞോളൂ, പാവമാണ് സാറേ. 1 കിറ്റ് മലക്കറിക്ക് എന്താ വില? അവർക്ക് അറിയില്ല സാറേ, അവൾ പാവമാണെന്ന്. ശാന്തി മുഹൂർത്തത്തിന് സമയം. നിങ്ങൾ എന്തെന്ന് കാണിക്കുന്നു? സമയമായോ? നിനക്ക് എന്തോ അവർക്ക് എന്തോ അറിഞ്ഞൂടെന്ന് പറഞ്ഞു. അവക്കൊന്നും അറിഞ്ഞോളൂ, പാവമാണെന്ന്. സമയം നോക്കിക്കൊണ്ടിരിക്കണോ? ശാന്തി മുഹൂർത്തം സമയമായില്ലെന്ന്. നിനക്കാണോ എന്ന് അറിഞ്ഞൂടാത്ത? അവർക്ക് സമയമായില്ലെന്ന്. സാറേ സാറേ ഒന്ന് നമ്മള് ഒരു കാര്യം ചെയ്യ്, 2 പേരും അവിടെ ഇരുന്നു. നേരം വെളുക്കുന്ന 6 മണിയാകുമ്പോ തറവാട് വീട്ടിൽ പൊറുക്കൊള്ളാം. 2 പേരും അവിടെ കൊള്ളാം. മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു വീട്ടിൽ ബാക്കിയുള്ള ഇത്രയും നാൾ കൊണ്ടിങ്ങനെ. സാറേ ലൈറ്റ് അണച്ചോടാ സാറേ. ലൈറ്റ് അടയ്ക്കടാ. അയ്യോ, എന്റെ മോക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ഡിന്നർ കഴിച്ച ദിവസം. ഞാൻ അങ്ങനെ മറക്കാനാ? ഒരു മെഴുകുതിരിയുടെ അപ്പുറത്തിരുന്ന് എന്റെ ബിരിയാണിയിൽ 2 മുട്ട ഉണ്ടായിരുന്നു. എന്റെ ബിരിയാണി എത്ര മുട്ട ഉണ്ടായിരുന്നു? ഒറ്റ മുട്ടയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും ഈ 2 മുട്ടയുടെ കഥയും പറഞ്ഞോണ്ടോ. ഇവര് തീറ്റി വിട്ട ഒരു പരിപാടി ഇല്ല അന്ന് നിന്നും. എടാ ലൈറ്റ് അടച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ കിടന്ന് ഉറങ്ങടാ. ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ വന്നിട്ട് സംസാരവും. ജോഷിയേട്ടാ, ജൂലിയറ്റെ ജോഷിയേട്ടാ, ജൂലിയറ്റെ ജോഷിയേട്ടാ, ജൂലിയറ്റെ ജൂലിയറ്റെ. മാഷേ, എന്താ പക്ഷേ? അല്ല എന്താണെന്നറിയാൻ വയ്യ, ഒരു സൗണ്ട് കേട്ടതാ. ആ ഭാഗത്തുനിന്നാ കേട്ടത്. ഭയങ്കര ഒച്ച കേട്ടത് പക്ഷേ. അതെ അതെ, ആ ഭാഗത്തുനിന്ന് ഇവിടുന്ന. പണ്ട് കല്യാണം കഴിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ കിടന്ന് തലയടിച്ച് മരിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒന്നാണ് തോന്നുന്നു. കിടന്നോ സംസാരം വേണ്ട കേട്ടോ. ഇപ്പോഴല്ലേ അധികം സംസാരം എന്തിനാ? രാവിലെ 6 മണിക്ക് അങ്ങ് പോവാം. നമ്മൾ ഹണിമൂൺ എവിടെയാ പോവുക? അയ്യോ, ഊട്ടി, കൊടൈക്കനാല്, കാശ്മീര്. ഇതൊക്കെ തണുപ്പുള്ള സ്ഥലം. എന്റെ ചില്ലാവണ്ടേ? അല്ല ഞാനേ ഇച്ചിരി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പരദാഹം. എന്തിന്? നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞ? ഊട്ടി, കൊടൈക്കനാൽ, കാശ്മീര്. ബാക്കിയുള്ളവനെ കൊല്ലിക്കാൻ വേണ്ടി വർക്കവല്ലോ പോടേതാ. ഇത്ര നേരം ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ തന്നോ? ഞാളൊന്നുമില്ല, ഞാൻ ആദ്യ രാത്രിയല്ല മാഷേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേ? എന്താ അതിന്റെ ഒരു കുറവ് വന്നായിരുന്നല്ലേ? ക്ഷമിക്ക, 2 പേരും വരിക. ഫ്രൂട്ടിലാണ് സത്യം പറഞ്ഞല്ലേ, ഒരു മധുര ഫ്രൂട്ടില് അല്ലേ തുടങ്ങാതിര.
കൊണ്ടുവരും. ഇത് ചക്കയാണ്. അത് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന അരപ്പഴുപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അതായത് ചക്ക വേറൊന്നുമല്ല, ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും എല്ലാം ഇതിലൂടെ തുടങ്ങട്ടെ. ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും എല്ലാം ഇതിലൂടെ തുടങ്ങട്ടെ. അതൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നല്ല. ഞാൻ അത്ര സ്നേഹിച്ചിട്ടാ ജോച്ചേട്ടന്റെ കൂടെ പോകുന്നത്. നിങ്ങൾ ഇത് കുറെ നേരമല്ല തുടങ്ങിയിട്ടത്. സ്നേഹിച്ച എങ്ങനെയാ സ്നേഹിച്ച? മൂപ്പരെ ഡാൻസ് കണ്ട് അന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഞാൻ DJ ഡാൻസറായിരുന്നു. ഞാൻ അതായത് അര പാവാടെ കൊടുത്ത് പൊക്കളോ കളിച്ച് ഭയങ്കര ഡാൻസാണ്. അങ്ങനെ ഡാൻസ് കളിച്ചാൽ ഇഷ്ടം കൂടും. ഇഷ്ടം കൂടും സാറ്. അത് ആരാ പറഞ്ഞ അങ്ങനെ ഡാൻസ് കളിച്ചാൽ ഇഷ്ടം കൂടും? ഒരു പെണ്ണിന് അങ്ങനെ ഇഷ്ടം കൂടെ. ഇത് എന്തുകൊണ്ട് എനിക്കിത് തോന്നിയില്ല? സാറേ ലൈറ്റ് അണക്കിട്ട് സാറേ. ഗൂഗിൾ അമ്പാടി പ്ലേ മ്യൂസിക് ക്യാബറ. ലൈറ്റ് അണക്കിട്ട്. ഡിസ്കോ 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 സ്വർണ്ണത്താമരക്കിളിയേ മാഷേ എന്തോന്ന് മാഷേ? അത് എനിക്ക് വയറിനൊരു ഗ്യാസും ഉണ്ട്. മാഷേ നിങ്ങളെ പള്ളയമേൽ എന്താ വലിയൊരു തോട്ട? അത് ആലുവ അടുപ്പിന്റെ ഓട്ട. പൊക്കിള് കണ്ട അറിഞ്ഞൂടെ? മാഷേ ഇനി നമുക്ക് ഹണിമൂൺ പോണ്ടേ? അപ്പൊ ഒരു ടിക്കറ്റ് റെഡിയാക്കാറുണ്ട്. ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്കും. ഹലോ, ഓക്കെ ആയോ മച്ചമ്പി? അടിപൊളി അടിപൊളി. ഓക്കെ ഊട്ടി ഓക്കെ ഊട്ടി. എന്തോ സാറേ ഊട്ടി പോവാനേ ഒരു ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ടിക്കറ്റ് അല്ലോ, 2 ടിക്കറ്റ് വേണ്ട നിങ്ങൾക്ക്? അല്ല നമ്മളല്ല പോണത്, പിന്നെ മാഷല്ലേ പോണത്. ഞാനാ? പിന്നെ ഞാൻ എന്തിനു പോണം? നിങ്ങളല്ലേ പോകണം ഹണിമൂണിന്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായി. ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെയൊക്കെ മൊത്തവും ഇഷ്ടായി. എനിക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഊട്ടിയിൽ പോയിട്ട് പിന്നെ അവിടെ ഉള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ച് ആടെ അങ്ങ് ചോദിച്ചോ. ഞങ്ങൾ ഹണിമൂണ് ഞാനും മൂപ്പരും കൂടി ഇവിടെ അങ്ങ് കളറാക്കാം. അങ്ങനെയാണെങ്കിൽ മൂപ്പരും മൂപ്പത്തിയും കൂടെ അങ്ങ് വെളിയിൽ പോയി ഹണിമൂൺ ആഘോഷിച്ചാൽ ഇറങ്ങാൻ്റെ വീട്ടിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.